بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، رب يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا. رب تمم بالخير والسعادة، واغفر لنا ولوالدينا لمشايخنا لأساتذتنا ولجميع المسلمين. ബഹുമാനികളെ, നിസ്കാരത്തിന്റെ ഫർദുകൾ, അതിൽപ്പെട്ട ഫാത്തിഹ ഓതുക എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഫാത്തിഹയെ പറ്റി ഒരു കാര്യം കൂടി പറയുന്നു. ഫാത്തിഹ ഓതുമ്പോൾ അത് തുടർച്ചയായി ഓതണം. എന്ന് പറഞ്ഞാൽ അതിനിടയിൽ വെയിറ്റിംഗ് പാടില്ല. ഒരു ആയത്തോതി, ഫാത്തിഹയിലെ ഒരു ആയത്തോതിയിട്ട് പിന്നെ ശ്വാസം എടുത്തു വിടുന്നതിനേക്കാൾ കൂടുതൽ അടക്കം വരാൻ പാടില്ല, മറ്റു സംസാരങ്ങൾ വരാൻ പാടില്ല. എന്തൊക്കെ വരാൻ പാടില്ല അതാ പറയുന്നത്. തങ്കത്തിയുൽ മുവാലാത്തു, തുടർച്ച മുറിയും, ബി അക്സറ മിൻ സക്കത്തത്തി തനഫുസി, ഒരു ശ്വാസത്തിന്റെ അടക്കം. സക്കത്തത്തി തനഫുസി പറഞ്ഞാൽ ശ്വാസത്തിന്റെ അടക്കത്തേക്കാൾ അധികം കൊണ്ട്. ഒന്നുകൂടി വായിക്കാം. തങ്കത്തിൽ മുവാലാത്തു, തുടർച്ച മുറിയും, ഫാത്തിഹയുടെ തുടർച്ച മുറിയും, ബക്സറ അധികം കൊണ്ട്, മീൻ സക്തത്തെ തനഫുസി, ഒരു ശ്വാസത്തിന്റെ അടക്കത്തേക്കാൾ, അക്സർ കൊണ്ട് അധികം കൊണ്ട്. അപ്പൊ അധികം അടങ്ങിയാൽ ഫാത്തിഹയുടെ മുവാലാത്ത് മുറിയും, ഫാത്തിഹയുടെ തുടർച്ച മുറിയും. ഫാത്തിഹ തുടർച്ചയായിട്ട് ഓതാൻ നിർബന്ധമാണ്, അല്ലെങ്കിൽ ഫാത്തിഹ സയ്യാവില്ല. തുടർച്ചയായിട്ട് ഓതാതെ അടങ്ങി നിന്നാൽ, ഒരു ശ്വാസം വിടുന്ന അടക്കത്തേക്കാൾ അടങ്ങി നിന്നാൽ ഫാത്തിഹ തലക്കം തന്നെ ഓതേണ്ടി വരും. അല്ലാതെ ഫാത്തിഹ അങ്ങനെ പൂർത്തിയാക്കിയാലും നിസ്കാരം സഹിയല്ല. അതിൽ അല്ലെങ്കിൽ വിക്കിന്റെ അടക്കത്തേക്കാൾ അധികം കൊണ്ട്, ഒരു വിക്കുള്ള ആളാണെങ്കിൽ അയാളുടെ വിക്കിന്റെ അടക്കത്തേക്കാൾ അധികം കൊണ്ട് അടക്കം, ആ അധികമായ അടക്കം കൊണ്ട് മുവാലാത്ത് മുറിയും. അവിൽ വിക്കിന്റെ അടക്കത്തേക്കാൾ. ബിലാ ഉദരിൻ, കാരണമില്ലാതെയാകുമ്പോഴാണ് തുടർച്ച മുറിയല്. തുടർച്ച മുറിഞ്ഞ ഫാത്തിഹ തൽക്കം ഓതണം. കാരണമില്ലാതെയാണെങ്കിൽ, കലബത്തി സ്വാലിൻ, ചുമ മികച്ചു വരും പോലെ, നമ്മളെ നിയന്ത്രണമില്ലാത്ത ചുമ പോലെ, എഴുത്താസിൻ, തുമ്മൽ പോലെ, ഏതായിരിക്കട്ടെ, ഇങ്ങനെ അടങ്ങിയാൽ ഫയുഈദുൽ ഫാത്തിഹത്ത, അപ്പൊ ഫാത്തിഹനെ മടക്കി ഓതണം. ബി തഖല്ലുലി സുക്കൂത്തിൻ തൊവീലിൻ, ദീർഘമായ അടക്കം. തഖല്ലുൽ പറഞ്ഞ ഇടയിൽ വരൽ കൊണ്ട്, ദീർഘമായ അടക്കം. ഇങ്ങനെ അടക്കം ഇടയിൽ വരൽ കൊണ്ട്. ദീർഘം എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസം വിടുന്ന അടക്കമാണ്, അതിനെക്കാട്ട് അധികരിച്ചത്. ഓ അംരീൻ അജ്നബി, അല്ല അന്യ കാര്യം ഇടയിൽ വരൽ കൊണ്ടും. ഓ അംരീൻ അജ്നബി, അന്യ കാര്യം തഖല്ലുലാവൽ കൊണ്ട്, ഇടയിൽ വരൽ കൊണ്ടും ഫാത്തിഹ മടക്കി ഓതണം. എങ്ങനെയുള്ള അന്യം? ലാ യതഅല്ലഖു ബിസ്സലാ, നിസ്കാരവുമായി ബന്ധമില്ലാത്ത. ആയത്തിൻ മിൻ ഗൈരിൽ ഫാത്തിഹത്തി, ഫാത്തിഹ അല്ലാത്തതിൽപ്പെട്ട ചില ആയത്തോതും പോലെ ഫാത്തിഹന്റെ അടിയിൽ അത് പാടില്ല. അപ്പൊ ഫാത്തിഹ മുറിയും. അപ്പൊ തലക്കം തന്നെ ഓതണം ഫാത്തിഹ. വക ഹംദി ആതിസിൻ, തുമ്മിയവന് അൽഹംദുലില്ലാ എന്നൊക്കെ പറയും. തുമ്പിയാൻ അൽഹംദുലില്ലാ എന്നൊന്നും പറയരുത്. ബിഖിലാഫിമ, ഒന്നിനും പറഞ്ഞാൽ തന്നെ ഫാത്തിഹ മുറിയെന്ന അർത്ഥം പറയരുത്. പറഞ്ഞാൽ ഫാത്തിഹ മുറിയെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം, പറയുന്നതിന്റെ ഹുക്കുമ പറഞ്ഞതല്ല. ബിഖിലാഫിമ, ഒന്നിന് മാറ്റം. ലഹു താലുക്കും ബിസ്വൽ, നിസ്കാരവുമായി ബന്ധമുള്ളതായ ദിക്റുകൾ ഇടയിൽ വരുന്നതിന്റെ മാറ്റം. കതമീനി, ഇമാമിന്റെ ഫാത്തിഹാന്റെ അവസാനം ആമീൻ പറയും പോലെ. ഇമാം ഫാത്തിഹ, അപ്പൊ നമ്മള് ഫാത്തിഹ ഓതി പകുതി ആയപ്പോ ഇമാം ഫാത്തിഹ കഴിഞ്ഞു, അപ്പൊ എല്ലാവരും കൂടി ആമീന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഫാത്തിഹന്റെ ഇടയിൽ വെച്ച് ആമീൻ പറയാം, അങ്ങനെ പറയാം. അത് നിസ്കാരവുമായി ബന്ധമുള്ളതാ. അതാണ് ബിഖിലാഫിമ, ഒന്നിന് മാറ്റം. ലഹു തഅല്ലുഖും ബിസ്സല, അതിന് നിസ്കാരവുമായി ബന്ധമുണ്ട്. കതമീനി, ആമീൻ പറയും പോലെ. സുജൂദിൻ, സുജൂദ് ചെയ്യും പോലെ. അതായത് ഇമാമ് ഖുർആൻ ഓതി, ഇമാമ് സജദന്റെ ആയത്ത് ഓതി, ഇവൻ ഫാത്തിഹ ഓതുന്നതിന്റെ ഇടയിൽ വെച്ചാണ് ഇമാമ് ഏതോ സജദന്റെ ആയത്ത് ഇങ്ങനെ ഓതിക്കാണ്ട് ഇമാമ് സുജൂദിലേക്ക് പോയി, തിലാവത്തിന്റെ സുജൂദിലേക്ക് പോയി. അപ്പൊ മാമൂം എന്തായി? ഫാത്തിഹന്റെ അടിയിൽ നിന്ന് ഇമാമിന്റെ കൂടെ സുജൂദിലേക്ക് പോകണം. അത് സുജൂദ് എഴുന്നേറ്റിട്ട് ഫാത്തിഹന്റെ ബാക്കി ഓതിയാൽ മതി. അപ്പൊ
കതമീനിൻ ഇമാമിന്റെ കൂടെ ആമീൻ പറയും പോലെ, സുജൂദ് ഇമാമിന്റെ കൂടെ തിലാവത്തിന്റെ സുജൂദ് ചെയ്യും പോലെ, ദുആയിൻ ദുആ ചെയ്യും പോലെ. എപ്പോഴൊക്കെയാണിത്? ഈ മൂന്ന് കാര്യവും ആമീൻ പറയലും സുജൂദ് ചെയ്യലും ദുആ ചെയ്യലും ഇത് ഖിറാഅത്ത് ഇമാമിന്റെ ഓത്തിന് വേണ്ടി, ഇമാമിന്റെ ഓത്തിന് വേണ്ടിയാണല്ലോ ആമീൻ പറഞ്ഞത്. ഫാത്തിഹ ഇമാം ഓതി ലാസ്റ്റ് ആയപ്പോ. അതുപോലെ ഇമാമിന്റെ ഓത്തിന് വേണ്ടിയാണ് ഇവൻ സുജൂദിലേക്ക് പോയത് ഇമാമിന്റെ കൂടെ. അതുപോലെ ഇമാമിന്റെ ഓത്തിന് വേണ്ടി ദുആ ചെയ്യും പോലെ, ഇമാമ് ആണ് എന്തോ റഹ്മത്തിന്റെ ആയത്തിന്റെ മേൽക്കൂടെ കടന്നുപോയി, അല്ലെങ്കിൽ അദാബിന്റെ ആയത്തിന്റെ മേൽക്കൂടെ കടന്നുപോയപ്പോ ഇമാമിന്റെ അല്ലെങ്കിൽ അലൈഹിസ്സല്ലാഹു ബിഹക്കമിൽ ഹക്കീമി എന്നൊക്കെ പറയില്ലേ, അപ്പം ബലാബാൻ അലാദാലിക്കൊക്കെ നമ്മൾ ചെല്ലലുണ്ട്. അതുപോലെ ഇതുപോലെ ഇമാമിന്റെ ഓത്തിന് വേണ്ടി നമ്മൾ ചില ദ്വാകളൊക്കെ ആർക്കും നടത്തലുണ്ട്, കേൾക്കുന്നവരും മഅ്മൂമൊക്കെ നടത്തലുണ്ട്. അങ്ങനെ അത് ചിലപ്പോ ഇമാം അതിന്റെ അടിയിൽ ആ ദ്വാന്റെ ആയത്തോ അല്ലെങ്കിൽ റഹ്മത്തിന്റെ ആയത്തോ അദാബിന്റെ ആയത്തോ ഒക്കെ ഇറങ്ങിയപ്പം ദ്വാ ചെയ്യുമ്പം മഅ്മൂമിന്റെ ഫാത്തിഹന്റെ ഇടയിലാണെങ്കിലും പറ്റും. അപ്പൊ എന്തുപോലെ തഅമീൻ ആമീൻ പറയും പോലെ, സുജൂദ് ചെയ്യും പോലെ, ദുആ ചെയ്യും പോലെ, ലിഖ്റാഅത്ത് ഇമാമിന്റെ പാരായണത്തിന് വേണ്ടിയൊക്കെ അതൊന്നും കുഴപ്പമില്ല. ഫാത്തിഹന്റെ മുവാലാത്തും മുറിയൂല. ഒക്കെ ഫത്തിഹിൻ അലി ഇമാമിന്റെ മേൽ തുറന്നു കൊടുക്കും പോലെ, ഇമാമ് തെറ്റിയപ്പോ ഇമാമിന്റെ മേൽ എന്താക്കി കൊടുത്തു? തുറന്നു കൊടുത്തു. ഇതൊക്കെ പോലെ. അപ്പൊ ഇതുകൊണ്ടൊന്നും എന്താവൂല, മുറിയൂല. അല്ലാതെ ഫാത്തിഹ എന്തായും തലക്കം തന്നെ ഓതണം. അല്ലാതെ പോയാൽ മുറിഞ്ഞാൽ മുറിഞ്ഞുകൊണ്ടാണ് ഈ ഇളവുകൾ ഇല്ലാത്ത സ്ഥലത്ത് മുറിഞ്ഞു പോയാൽ, അങ്ങനെ ഫാത്തിഹ തൽക്കം തന്നെ ഓതിയിട്ടില്ലെങ്കിൽ ആ നിസ്കാരം ബാത്തിലാണ് എന്ന് മനസ്സിലാക്കാം.